என்னென்ன பயம்? எல்லாம் மண்ணாந்து நினைவிழந்து இழந்தாங்கள். இந்த கண்ணிலிருந்து தாரதாரையார் கண்ணி இந்த முறை புகையினால அம்மாவுக்கா அம்மா அம்மா எழும்புங்கோ எழும்புங்கோ என்று பலமுறை எழுப்பி பெர்ஃபார்மன்ஸ். പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് ഇന്ന് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് കമൽ സാറിന്റെ തെന്നാലി മൂവിയിലെ നെക്സ്റ്റ് സീനാണ്. അപ്പൊ കഴിഞ്ഞ സീനിൽ നമ്മൾ ആ സോങ് വരെയുള്ള സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. രക്ഷ ഉണ്ടായിരുന്നില്ല. മെയിനായിട്ട് കമൽ സാറിന്റെയും ജയറാമേട്ടന്റെയും വല്ലാത്തൊരു എന്താ പറയാ ഭയങ്കര പെർഫോമൻസ് നമുക്ക് അവിടെ ഏകദേശം ഒരു കോമ്പറ്റീഷൻ പോലെ പല സ്ഥലത്തും കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള ആക്ടേഴ്സും അങ്ങനെ തന്നെയാണ്. പിന്നെ അതിന്റെ കൂടെ നമ്മളെ മറ്റേ രണ്ടുപേരുണ്ടല്ലോ, ഡോക്ടറും അസിസ്റ്റന്റും, അവരും പൊളിയായിരുന്നു. പ്രത്യേകിച്ച് സോങ്ങിന്റെ ഇടയിൽ ഡാൻസ് ഒക്കെ കളിക്കുന്നതാണ് അവരുകൂടിയാണ് ശരിക്കും ആ ഒരു സീനെ ഭയങ്കര ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്നത്. അതായത് വില്ലന്മാരെന്ന് പറഞ്ഞാൽ ഇത്രയും കോമഡി വില്ലന്മാർ. ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ശരിക്കും 90s ആ ഒരു കാലഘട്ടത്തിലൊക്കെ ജനിച്ച ആളുകൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഈ ഒരു മൂവീസ് ഒക്കെ കണ്ട് വളർന്നവരാണ് തോന്നുന്നത്. അപ്പൊ ആ ഒരു നൊസ്റ്റാൾജിയൊക്കെ ഷെയർ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും ആ സമയത്ത് ഇത്ര ഭയങ്കരമായിട്ടുള്ള ക്രൈം പടങ്ങളൊന്നും അധികം ഉണ്ടാവാറില്ല അല്ലെ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എപ്പോഴെങ്കിലൊക്കെ വരുള്ളൂ. അത് മാത്രല്ല അങ്ങനത്തെ പടങ്ങളൊന്നും യൂഷ്വലി പേരൻസ് കാണിക്കില്ലല്ലോ. കാരണം ഈ ഒരു മോഡാണ് എല്ലാവരും ഇഷ്ടപ്പെടുക, പ്രത്യേകിച്ച് ഒരു ഫാമിലി ആയിട്ട് കാണാനായിട്ട്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത സീനിലോട്ട് പോകാം. അതായത് ശരിക്കും സിനിമാറ്റിക് ആയിട്ട് തന്നെ അവിടെ പറയും ചെയ്ത് കാര്യം. അതായത് കനവില് പോയിട്ട് അതാകുമ്പോ വെച്ചാല് ഫുള്ള് ഡ്രസ്സും മാറും. അവിടെ മറ്റേ സംഭവം മാറില്ലേ, അതായത് അതിനൊന്ന് ബ്രേക്ക് ചെയ്യുന്ന പോലെ ആവശ്യം ക്ലീഷ തന്നെയാണ്. പക്ഷെ അതിന് ബ്രേക്ക് അതായത് ബ്രേക്ക് എന്ന് വെച്ചാല് പുറത്തെ ലൊക്കേഷനൊക്കെ മാറുമല്ലോ, കുറെ ലൊക്കേഷനിലൊക്കെ പറഞ്ഞിട്ട് ഇതൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് എന്നുള്ള സോങ് ആണെന്നുള്ള കൂടി പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ആ ഒരു സോങ് ആണ്. പക്ഷെ പൊളിയാട്ടോ ആ ഇന്റർവ്യൂ സീൻ. ഇമോഷനും ഉണ്ട്, അതിലൂടെ കുറെ തിങ്ക് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്, നല്ലോണം ചിരിക്കാനുള്ള സംഭവം ഉണ്ട്. അതായത് മൊത്തത്തിൽ എല്ലാം കൂടി നമ്മൾ പറയില്ലേ ഈ സിനിമയുടെ പ്രത്യേകത എന്ന് വെച്ചാല് ആ ഒരു മൊമെന്റിൽ കാണുന്ന ചിരി മാത്രമല്ല. ഈ ഒരു സിനിമയുടെ ഒരു പ്രത്യേകത കൂടെ പറയുന്നത് ഈ ഒരു സിനിമയിലോട്ട് നമ്മൾ വരണം. അതായത് പ്രത്യേകിച്ച് എന്ന് പറയുന്നത് ആ ഒരു ക്യാരക്ടറിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇഷ്ടപ്പെടുകയുള്ളൂ, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തില്. അപ്പൊ നമ്മൾ ആ ഒരു ഫസ്റ്റ് ഡേ മുതലുള്ള സീൻസ് ഒക്കെ മിസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോ നമുക്ക് എത്രത്തോളം കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ആ ഒരു കഥയിലോട്ട് വരണം. പ്രത്യേകിച്ച് നമുക്ക് കമൽ സാർ ചെയ്ത ക്യാരക്ടറിലോട്ട് ഇഷ്ടം വരണം. പിന്നെ അതുപോലെ തന്നെ ജയറാമേട്ടന്റെ കുടുംബം, അതൊക്കെ ആ ഒരു ഇഷ്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ പോകാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര ഒരു നമ്മൾ പറയില്ലേ എല്ലായിടത്തും ഭയങ്കര കണക്റ്റഡ് ആയി പോകും എല്ലാ സംഭവങ്ങളും. അതുമാതിരിയാണ് ശരിക്കും ഈ ഡയറക്ടർ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്. അതായത് സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ട് നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു സീനൊക്കെ കമ്പാരിറ്റീവ്ലി ഫസ്റ്റ് സീൻ ആൻഡ് സെക്കൻഡ് സീനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ഒരു എൻഗേജിങ് ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അല്ലെ? അതായത് ആ ഒരു സോങ് വന്ന പ്ലേസ്മെന്റും നല്ല രസം തന്നെ വന്നു. അതായത് മൊത്തത്തില് എല്ലാ എലമെന്റ്സും നല്ല രീതിയിൽ ചേർന്നിട്ടുള്ള ഇമോഷൻ, അതായത് ആ ഒരു ജസ്റ്റ് ഒരു കോമഡി മാത്രമായിട്ട് വരാണ്ട് ആ ഒരു ഇമോഷനും കൂടി അവിടെ വന്ന സമയത്ത് പ്രത്യേകിച്ച് കമൽ സാറിനെ പോലുള്ള ഒരു അദ്ദേഹത്തിന് അവിടെ പെർഫോമൻസ് ചെയ്യാൻ ഇടം കൊടുക്കുന്നുണ്ട്. എന്നാല് എന്താ പറയുക എന്റർടൈനിങ് സംഭവം കൊടുക്കുന്നുണ്ട്. അവിടെ പറഞ്ഞ ആ ഒരു ഡയലോഗ് ഇല്ല, അതായത് ആളുകൾ കാണുന്നതെന്ന് പറയുന്നത് ജസ്റ്റ് കരയാൻ വേണ്ടി മാത്രമല്ല ചിരിക്കുകയും കൂടി അവർ ചെയ്യണം. അവർ ആ ഒരു സംഭവം അവർക്ക് ഒരിക്കലും അങ്ങനെ ഒരു കരച്ചിൽ സംഭവം കിട്ടരുത് എന്ന് പറഞ്ഞൊരു ഡയലോഗ് എനിക്ക് കൊണ്ട് പ്രേക്ഷകർക്ക് വീണ്ടും തന്നൊരു സംഭവമാണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും മൊത്തത്തിൽ ആ ഒരു എന്റർടൈനിങ് ഫീൽ ഉള്ള ഒരു സിനിമയിലെ അടുത്ത സോങ് കൂടി വരെയാണ്. നമുക്ക് എന്തായാലും അടുത്ത സോങ്ങിൽ കാണാം. അടുത്ത സോങ്ങിൽ കാണാം. യെസ്, ബൈ ബൈ.